Hello guys, welcome back to our channel. മൈ പറഞ്ഞ ടവറാക്കിയതാണ്. അപ്പം നമുക്കിന്ന് പൊന്മുടി വരെ ഒന്ന് പോയാലോ. നമ്മൾ റെഡി സെറ്റായി ഇറങ്ങി. അവിടെ നിന്നുള്ള റോഡിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. ഞാൻ സ്പോട്ടിലെത്തിയിട്ട് ബാക്കി എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ പോണ വഴിക്ക് നമ്മുടെ പെരിങ്ങമല റോഡിൽ കയറുമ്പോഴത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ആ മലയും ആകാശവും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എടുക്കണം തോന്നി. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ നിന്ന് വീഡിയോ എടുത്തു. ഞങ്ങൾ പോയിട്ട് വരാം. ഇത് നമ്മൾ പെരിങ്ങമല റോഡിൽ നിന്ന് നമ്മൾ പൊന്മുടി, എനിക്ക് കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞുതരാൻ അറിയത്തില്ല, ഒരു പുതിയതായിട്ട് കെട്ടിയൊരു പാലാണ്. പക്ഷേ കിടിലം വ്യൂ ആണ്. ഈ വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ എടുത്തതായതുകൊണ്ട് കൃത്യമായിട്ട് വ്യൂസൊന്നും കിട്ടണമെന്നില്ല. കൃത്യമായിട്ടുള്ള ആ വ്യൂ, ആ ഒരു സംഭവം നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ കിട്ടിയില്ലം സ്പോട്ടാണ്. അവിടെ ഓട്ടോ ചേട്ടന്മാരൊക്കെ വന്നിരുന്ന് ചോറ് കഴിക്കുന്നുണ്ട്, മീൻ പിടിക്കാൻ ആളുണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. കിട്ടിയില്ലം സ്ഥലം. ഇക്കച്ച് വെയിറ്റ് ചെയ്യുകയാണ്, ഞാൻ വീഡിയോ എടുത്തിട്ട് വരണയിടം വരെ. കിടിലം സ്ഥലം, നല്ല അടിപൊളി സ്ഥലം, എനിക്ക് നല്ല ഇഷ്ടമായി. പച്ചപ്പും ഹരിതാപയും അതേപോലെ കുറേ നല്ല മനുഷ്യരുള്ള ആ ഒരു ഏരിയയിൽ വേറെ വീടൊന്നുമില്ല കേട്ടോ. മീൻ പിടിക്കാൻ പറഞ്ഞ ചേട്ടന്മാരോ അല്ലെങ്കിൽ ഓട്ടോ ചേട്ടന്മാരൊക്കെ സമാധാനത്തിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞൊരു സ്പേസാണ്. കൊള്ളാം, കിടിലം. കണ്ടു, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങണമുണ്ട്. എനിക്ക് അതും കൂടെ ബാലൻസ് ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കണമുണ്ട്. കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല മൊത്തം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പൊന്മുടി എത്തി നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ നിൽക്കണേ. കയ്യിൽ വെച്ചോ. 100 രൂപയായി കേട്ടോ ടിക്കറ്റിൻ്റെ ഫീ എന്ന് പറയുന്നത്. 100 രൂപയായി. ചേച്ചി എടുത്തുകൊണ്ട് തരുവാണ് ചെയ്തത്. ബേബി കിടന്ന് ഉറക്കമായതുകൊണ്ടാണ് ചേച്ചി എന്നെ എടുത്തുകൊണ്ട് തന്നു. പോണ വഴി മുഴുവൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല, എന്നാലും ഞാൻ മാക്സിമം വീഡിയോ എടുത്തു. എനിക്ക് കൊള്ളാം അല്ലെങ്കിൽ വീഡിയോ എടുക്കണം തോന്നിയ സ്പേസിലൊക്കെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം പൊന്മുടി പോണത് ചിഞ്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട്. ചമ്മണ്ണൻ, ചിഞ്ചേച്ചി, ഉമ്മച്ചി, ഞാൻ, അച്ചുവേച്ചി, അങ്ങനെ നമ്മൾ ഗോപ്പു, അങ്ങനെ നമ്മൾ കുറച്ച് ടീംസ് പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം പൊന്മുടി പോണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോണത് ഇക്കച്ചിയുടെ കൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോയി. അത് കഴിഞ്ഞിട്ട് ബേബിക്ക് 4 മാസവും 3 മാസവും ഉള്ളപ്പോൾ ഒരു പ്രാവശ്യം പോയി. പിന്നെ ഇപ്പോൾ പോകുന്നു. ഞങ്ങൾ അരുവിക്കര ഡാമിൽ പോകുന്ന പോലെ ഞങ്ങൾക്ക് സ്ഥിരം സ്പോട്ടാണ് പൊന്മുടി എന്ന് പറഞ്ഞത്. എവിടെയെങ്കിലും പോവാം, വീക്കെൻഡ് അല്ലേ അല്ലെങ്കിൽ ഓഫ് അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് പൊന്മുടി ആയിരിക്കും. സെക്കൻഡ് ആയിരിക്കും ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ വരാം. ഞങ്ങൾ ഫസ്റ്റ് തീരുമാനിച്ചത് മറ്റേ നമ്മുടെ സൂര്യകാന്തി എന്തോ സ്ഥലത്തിൻ്റെ പേര് മറന്നു, അവിടെ പോകാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഒരു സൈഡ് തന്നെ 120 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ 2 സൈഡൂടെ ആകുമ്പോഴത്തേക്കും 250 കിലോമീറ്ററോളം വരും. അപ്പോൾ തളരും കുഴയും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് നെക്സ്റ്റ് വീക്കോ അത് കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം പൊന്മുടി പോയി ആഗ്രഹം സബലീകരിക്കാം. അങ്ങനെ ഞങ്ങൾ പോകണമാണ് കേട്ടോ. എൻ്റെ കിച്ചിയുടെയും മൈൻഡ് സെറ്റ് ഒന്നാണ്. അതായത് ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരേ കാര്യമായിരിക്കും. സെക്കൻഡിൻ്റെയോ മിനിറ്റിൻ്റെയോ വ്യത്യാസത്തിലായിരിക്കും ഞങ്ങളുടെ ചിന്തകൾ ഒരുപോലെ കണക്റ്റ് ആവുന്നത്. അതേപോലെ ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും ഏറെക്കുറെ സെയിം ആയിരിക്കും. ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഏറെക്കുറെ സെയിമാണ്. ഞങ്ങളെ ഫുൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം അടക്കം ഏറെക്കുറെ സെയിമാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സ്നേഹം വരും, എല്ലാവരെയും വിശ്വസിക്കും. അതേപോലെ അതായത് നമ്മൾ ഒരു പ്രാവശ്യം ചതിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കണോ വേണ്ടയോ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അതേപോലെ വിശ്വസിക്കാൻ പാടാണ്. നമ്മൾ ഒരു പ്രാവശ്യം പറ്റിച്ചിട്ട് പിന്നെ സ്നേഹം കാണിക്കുമ്പോഴത്തേക്കും വിശ്വസിക്കാൻ പാടാണ്. അതേപോലെ തന്നെ ഒരു ഹഗ്ഗിൽ തീരാനുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് സെയിം ആയതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും സെയിം ആയിരിക്കും. ഏറെക്കുറെ എല്ലാം സെയിം ആയിരിക്കും. എക്സാക്റ്റ് ഞങ്ങളുടെ 2 പേരുടെയും കോപ്പി പ്രിൻ്റാണ് എൻ്റെ ബേബി. ഞങ്ങളുടെ ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിമാണ്. പെട്ടെന്ന് ദേഷ്യം വരും, എല്ലാവരെയും സ്നേഹിക്കും, ഹഗ് ചെയ്യും. അതേപോലെ മനുഷ്യരോടുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതൽ ഞങ്ങളെ 2 പേരെയും പോലെ മനുഷ്യരോടുള്ള അറ്റാച്ച്മെൻറ്റിനേക്കാൾ കൂടുതൽ അവനും ഈ ബാക്കിയുള്ള സഹജീവികളോടാണ് അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ടുള്ളത്. പട്ടി, പൂച്ച, കോഴി, ആട്, പശു ഇതുപോലുള്ള സാധനങ്ങളോട് അവനും ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ഞങ്ങൾക്ക് 2 ആൾക്കും അതുപോലെയാണ്.
വീട്ടിലാരെങ്കിലും മനുഷ്യരാരെങ്കിലും മരിച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും സങ്കടം വരുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞങ്ങളുടെ ബൂബു ഞങ്ങളെ വിട്ടിട്ട് പോയപ്പോഴത്തേക്ക് അത്രത്തോളം ഞങ്ങൾ കരയുകയും സങ്കടപ്പെടുകയും ചെയ്തു. അത് എനിക്കറിയാൻ പാടില്ല എന്താണ് അങ്ങനെയെന്ന്. ഞങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളുടെ ബേബിക്ക് വന്ന് ഭയങ്കര വിഷമമായിരുന്നു. ഇന്നും അവനത് പറയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാനിവിടുത്തെ വ്യൂ ഒക്കെയാണ് കേട്ടോ കാണിക്കണേ. ഇത് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് പോർഷൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അവിടെ വെച്ചിട്ട് ഓൺ ദി സ്പോട്ടുള്ള ആ വീഡിയോയിൽ കുറച്ച് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ബേബിയെ കൊണ്ട് 3-4 മാസമായപ്പോഴത്തേക്ക്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ബേബിയെ കൊണ്ട് ഞങ്ങൾ 3 ആളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ബേബിയുടെ കുറേ നല്ല മൊമെൻറ്റ്സ്, ഞങ്ങളുടെ കുറേ മെമ്മറീസ് ഇവിടെ തന്നെ ഉണ്ട്. ഓരോ ബസ് സ്റ്റോപ്പ് കാണുമ്പോഴത്തേക്ക് ഞാൻ അന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേബിക്ക്. അതേപോലെ ഞങ്ങൾ പൊന്മുടിയിൽ കയറിയതിന് ശേഷം ഒരു പാറയുടെ മണ്ടയ്ക്ക് ഇരുന്നിട്ടാണ് ഞാൻ ആദ്യം ഞങ്ങൾ ചെല്ലണ സമയത്ത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണേ. അങ്ങനെ ഒത്തിരി നല്ല മെമ്മറീസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പോണ വഴിയിൽ നോക്കിയിട്ട് ഒത്തിരി ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചായക്കടയും ചെറിയ തട്ടുകടയും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിഡേയ്സിൽ മാത്രമേ ഇവർ ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഡേയ്സിലൊക്കെ ക്ലോസ് ആയിരിക്കും തോന്നുന്നു. വന്ന വഴിയിൽ ഭാഗ്യം കൊണ്ടാണോ എന്തോ പീക്കോക്കിനെയൊക്കെ കാണാൻ പറ്റി. ഇത് പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ഷോപ്പൊക്കെ ഇവിടെ, അതായത് ചായക്കട അതേപോലെ തട്ടുകട അതുപോലുള്ള പരിപാടികളാണ് സൈഡിൽ കാണുന്നത്. അതെല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. 1-2 എണ്ണം മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇക്കച്ചി എടുത്ത് ചോദിക്കുകയും ചെയ്തു, ഇതെന്താടി തുറക്കാത്തതെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇക്കച്ചിയാണ് പറഞ്ഞു തന്നെ, ഹോളിഡേയ്സിൽ മാത്രമല്ലേ തിരക്കുണ്ടാവുള്ളൂ, അപ്പോൾ അങ്ങനത്തെ ഡേയ്സിൽ മാത്രമേ അവർ ഓപ്പൺ ചെയ്ത് വയ്ക്കുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ തിരക്കുണ്ടാവത്തില്ല, അവർക്ക് നഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ തുറക്കാത്തതെന്ന് ഇക്കച്ചി പറഞ്ഞേ. ഞങ്ങൾ കയറി പോണ വഴിക്ക് റോഡിലൊരു ചെറിയ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തറയിൽ. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയാൻ പാടില്ല, ഞാനതിനെ കിട്ടിയില്ല എന്നൊക്കെ ചെയ്ത് പറയുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ റോഡിൽ കൂടെ കയറി പോകുമ്പോഴത്തേക്കും ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ബേബിയും കൊണ്ട് പോണതുകൊണ്ടും ഇനി ആനയെങ്ങാനും. പക്ഷേ ഞാനിന്ന് ആലോചിച്ചു, ആന എങ്ങനെയാണ് ഇതിലേ ഇറങ്ങി കയറി വരിക? ചിലപ്പോൾ റോഡിൽ കൂടെ നേരെ പോണതായിരിക്കും. അവിടെയാണ് കേട്ടോ പാമ്പിനെ കണ്ട. ആ ഗ്രീൻ കളറിൽ കിടക്കുന്നതാണ് പാമ്പ്. പക്ഷേ അത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇക്കച്ചിയാണെന്നുണ്ടെങ്കിൽ നിർത്തിയില്ല, പാമ്പായതുകൊണ്ട് ഇക്കച്ചി വലുതായിട്ട് നിർത്താൻ പോയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ബേബി നല്ല ഉറക്കമാണ്. ബേബി ഉച്ചയുറക്കത്തിലാണ്, ചോറ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ബേബി ആ ഒരു ഉറക്കത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തുന്നതിനകം വെച്ച് എഴുന്നേക്കുമായിരിക്കും. കിട്ടിയില്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഒത്തിരി മഞ്ഞോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. ലേശം വെയിലും ചെറിയ ഇളം വെയിലും അടിക്കുന്നുണ്ട്. അതേപോലെ നല്ല തണുപ്പുണ്ട്, കാറ്റും അതിൻ്റെ അപ്പുറമുണ്ട്. പക്ഷേ മഞ്ഞ് എന്ന് പറയാനായിട്ട് ആ മഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതുകൊണ്ട് അടിപൊളിയായിരുന്നു, എന്നെ കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ പോണ ബൈക്കാണ്, എൻ്റെ ബൈക്കാണ് കേട്ടോ. അതായത് കിച്ചിയുടെ ചേട്ടൻ്റെ റിയാസ് ചേട്ടൻ്റെ ബൈക്കാണ്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ റൂട്ടിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ബൈക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സ്കൂട്ടറിലാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ EV സ്കൂട്ടറാണ്. അപ്പം ചാർജ് ചെയ്ത് പോകുന്ന അത്രയും നമുക്ക് ഇത്ര കിലോമീറ്ററേ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് മേടിച്ചു. അപ്പം എൻ്റെ ബേബി ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പോയ ടൈമിൽ ബേബി ആണെന്നുണ്ടെങ്കിൽ ആ ബൈക്കിൻ്റെ പിന്നാലെയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് ഇക്കച്ചിയാണ് കേട്ടോ ബൈക്ക് എടുത്തുകൊണ്ട് വന്ന്. കഴിഞ്ഞ ആഴ്ച എടുത്തുകൊണ്ട് വരാൻ വേണ്ടി തീരുമാനിച്ചാൽ, പക്ഷേ ഇക്കച്ചിയാണെന്നുണ്ടെങ്കിൽ കല്ലറ വഴി കയറി വന്നുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വീക്ക് എടുത്തുകൊണ്ട് വന്നു. ഞാൻ ഫസ്റ്റ് ബൈക്ക് കയറിയപ്പോഴത്തേക്കും അതായത് ഡെലിവറി പ്രഗ്നൻ്റ് ആയ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബൈക്ക് കയറൊക്കെ നിർത്തിയതാണ്. ഞങ്ങളുടെ ബൈക്ക് കൊടുത്തിട്ട് ഞങ്ങൾ സ്കൂട്ടി ആക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ ബൈക്ക് കയറൊക്കെ നിർത്തിയതാണ്. പിന്നെ ഞാൻ ബൈക്ക് കയറുന്നത് ഇപ്പോഴാണ്, അതും ഈ ബൈക്കിൽ, അതായത് നോർമൽ ബൈക്കല്ലാതെ ഈ ബൈക്കിലാണ് കയറണേ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, എനിക്ക് ബേബി ബാലൻസ് ചെയ്തിരിക്കാൻ പറ്റുമോ. നമ്മൾ സ്കൂട്ടിയിലിരിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും, പക്ഷേ ഇതിലിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ അല്ലാത്തതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ സ്കൂട്ടിക്കാളും കിടിലായിരുന്നു ഈ വണ്ടിയിലെ നമ്മുടെ പോക്കും വരവും. ഇത് നമ്മൾ പൊന്മുടി എന്ന് പറയുന്ന മെയിൻ സ്പോട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു റൈറ്റ് സൈഡിലോട്ടൊരു റോഡ് കട്ട് ചെയ്ത് കയറുന്നുണ്ടാവും. ആ കയറുന്ന റോഡ് വഴി പോകുമ്പോഴത്തേക്കുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. എല്ലാവരും പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഞങ്ങളെപ്പോൾ ചെന്നാലും ഞങ്ങൾ ഫസ്റ്റ് പോണത് ഇവിടെയാണ്. ഞങ്ങൾക്ക് 2 ആൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസാണിത്. അതായത് അധികം ആരും വരത്തില്ല, ഇവിടെ വലിയ തിരക്കൊന്നും എപ്പോഴും ഉണ്ടാകത്തില്ല. അവിടെ ആകെ ആ ഒരു മരവും താഴെ ആ കുറച്ച് മലകളും പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. പക്ഷേ
പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടാളും കൂടെ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പം നമുക്ക് ഈ സ്പോട്ടൊന്ന് കാണാം. നമ്മൾ വന്ന വഴിക്ക് പീക്കോക്കിനെ കണ്ടല്ലോ, കണ്ണ് ഉറങ്ങിപ്പോയി. അതായിരിക്കും വിളിക്കണേ. ഉടുപ്പാത്തട്ടെ ഒരു ഹായ് പഞ്ഞേ. ഹായ്. അതെന്തിരി മുഖം അത്. അവിടെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയ നീർച്ചാല് പോലെ കണ്ട് അതിനേക്ക് സൂം ചെയ്ത് അതെന്താ സംഭവം, ഒത്തിരി വെള്ളം ഒഴുകുന്ന സംഭവമാണോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നോക്കിയതിനൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട്, അതായത് സൂം ചെയ്ത് വീഡിയോ എടുത്തിട്ട് അതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കയറി അപ്പുറത്ത് പോയിട്ട് ബാക്കി കാണിക്കാവേ. ഇപ്പുറത്ത് വന്നു ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ആരുമില്ല. ഹോളിഡേ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു മനുഷ്യനില്ല. അതായത് തിരക്കേയില്ല. നമ്മൾ മുന്നേയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ്. നമുക്ക് നടക്കാനും നിൽക്കാനൊന്നും പറ്റാത്ത, സ്പേസ് ഉണ്ടാവാത്ത രീതിക്കുള്ള തിരക്കാണ്. പക്ഷേ ഇന്നാണെന്നുണ്ടെങ്കിൽ തീരെയും തിരക്കില്ല, തിരക്ക് തീരെ കുറവാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റൊക്കെ വെച്ച് എൻ്റെ മുടിയൊക്കെ അലങ്കോലായി, എപ്പോഴും കോലാണ്. അപ്പം നമ്മൾ പൊന്മുടിയിൽ കയറി. ആ ഗേറ്റിന്, അതായത് നമ്മൾ ആ എൻട്രൻസിൻ്റെ അവിടെ 2 ആട് ഇപ്പോൾ ഉണ്ടല്ലോ. ഇവരെന്തിനാണ് ആട് വെച്ചേക്കണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇനി വന്യജീവി എന്നുള്ള രീതിക്ക് മറ്റേ ആടിനെ വെച്ചേക്കണമാണോ എനിക്കറിയാൻ പാടുള്ളത് എന്താണെന്ന്. നിങ്ങൾക്ക് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിരപ്പുള്ള റോഡ് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ബേബി ഭയങ്കര ഹാപ്പിയായി. ബേബി ഒരുമാതിരി ഇല്ല അഴിച്ചു വിട്ടേക്കുന്ന പോലെ ബേബി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. കയ്യിലൊന്നും പിടിക്കാതെ ഭയങ്കര കൂളായിട്ട് ഭയങ്കര വലിയ ആളായിട്ട് നടക്കുമായിരുന്നു. നടക്കണ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും, ഭയങ്കര സംഭവമായിട്ട് വലിയ ആളായിട്ട് ഭയങ്കര ഗമയിലൊക്കെയാണ് കേട്ടോ നടക്കണേ. ചേട്ടനല്ല വന്നത്, പൊക്കോ. വണ്ടിയുടെ സൗണ്ട് കേട്ട് പോകാൻ വിചാരിച്ചു. എൻ്റെ ചേട്ടനാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ വരൂലേ അവനാണെന്ന് വിചാരിച്ചിട്ടാണ് തിരിഞ്ഞു നോക്കിയത്. അവനാണേ വരുമ്പോൾ മുട്ടായി കൊണ്ട് കൊടുക്കും, അതുകൊണ്ടാണ് അല്ലേ കണ്ണാ? ചേട്ടൻ വരുമ്പോൾ മുട്ടായി തരും അല്ലേ? ചേട്ടനാണ് കമ്പുട്ടായി കൊടുത്ത് പഠിപ്പിച്ചത്. കാറ്റ് കാരണം എത്ര ഒതുക്കിയിട്ട് മുടി ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. എൻ്റെയും അതെ, കച്ചിയുടെയും അതെ. ബേബിയുടെ മുടി വെട്ടിയുണ്ട്, അത് കുറച്ച് സമാധാനം ഉണ്ടായി. ഞങ്ങൾ താഴോട്ടൊക്കെ നടക്കട്ടെ. കച്ചി നമ്മളെ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ പടി വലിയായിരുന്നു, ഒരു 1 2 3 4 പടിയുണ്ട്. വേണ്ടല്ലേ, എനിക്ക് വയ്യ, റിസ്ക് ആണ്. ഇല്ല, തിരിച്ച് വീട്ടിൽ പോകണമല്ലോ.
സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടാണ്. എന്നാലും ലൈറ്റായിട്ട് മഴ പെയ്യുമെങ്കിൽ നല്ല മഞ്ഞാണ്. നമ്മൾ വരുമ്പോഴൊന്നും മഞ്ഞുണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞുണ്ടായിരുന്നു. തളർന്നെങ്കിൽ പറയണേ, എടുക്കാം. കിമക്കാരൻ എന്തോ കിട്ടിയ മനസ്സിലാണ് കേട്ടാ പോണ. എന്തോ കൈ കിട്ടി വലുതായിട്ട് എന്നും പറഞ്ഞാണ് പോണ. നമ്മൾ അവിടെ ഇരുന്നാണ് ഫോട്ടോ എടുത്തത്, ആ മരത്തിൻ്റെ മുട്ടിൽ. ബേബിക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബേബിക്ക് എത്ര മാസമായി ചേച്ചി? 4 മാസമോ? 4 മാസം എന്തുള്ളപ്പം വന്നതാണ്. ഇവിടെ ഇരുന്നാണ് കണ്ണാൻ നമ്മൾ ഫോട്ടോ എടുത്തത്. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. കണ്ണൻ്റെ ഡാഡാരെ ഫോട്ടോ ഞാൻ എടുത്തു, വീഡിയോസും എടുത്തു. ഒരു കുട്ടി വീഡിയോയും ബാക്കി ഫോട്ടോസും എടുത്തു. എന്നിട്ടാണ് നമ്മൾ എന്നിട്ട് അങ്ങ് പോയി. അങ്ങ് അവിടെ ഒരു പേരമരത്തിലോ പേരയിലാണോ ചേച്ചി? പേരയിൽ അങ്ങ് അറ്റത്തൊരു പേരയിൽ നമ്മൾ തൂങ്ങിയാടി. കേട്ടോ കണ്ണാ? കേൾക്കണുണ്ടോ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? വ്യത്യസ്തയിൽ നിൽക്കുന്നു എന്ന് കേട്ടിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ദാ പോണു, അതാണ് അതിൻ്റെ പ്രതിരൂപം. ആ സംഭവം എന്താണോ അതാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടി കഷ്ണം. മുമ്പ് ഞങ്ങൾ 2 പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ആ ഒരു സൈഡിലോട്ട് ചെല്ലാനേ പറ്റത്തില്ല, അതിനും വേണ്ടി തിരക്കായിരുന്നു. പക്ഷേ ഇന്ന് ചെന്നപ്പോഴത്തേക്കും 4, 3, 7 പേരേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റി, ഇത്തിരി സമാധാനത്തിലൊന്ന് ഇരിക്കാൻ പറ്റി. ഇരുന്ന് അവിടെയൊക്കെ ഒന്ന് സൗകര്യപൂർവ്വം കാണാൻ പറ്റി. അതേപോലെ ഞങ്ങൾക്ക് ഈ താഴെ കൂടെ ഇറങ്ങി അങ്ങ് ഇക്കച്ചിക്കാന്നുണ്ടെങ്കിൽ ആ മലയുടെ അങ്ങ് തുമ്പിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നേരെ ചൊവ്വേ നടന്നാലും തട്ടിയടിച്ച് വീണ് ഉച്ചിയും നടുവൊക്കെ കയറി ഇടിക്കണ എന്നെയും കൊണ്ട് ഇക്കച്ചിക്ക് ആ പാറപ്പുറത്തൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇക്കച്ചി അവിടെ തന്നെ ഇരുന്നു. പുറത്തു വന്നാലും ഫോൺ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ പുറത്തു പോയാലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേപോലൊരു മൂരാച്ചിയായ ഭർത്താവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇവിടെ പോയാലും വർക്ക്. അവിടെ കയറിയപ്പോൾ മുതൽ എൻ്റെ ജിയോയുടെ സിമ്മിന് റേഞ്ച് ഉണ്ടായിരുന്നില്ല. റേഞ്ച് വന്നപ്പോഴത്തേക്കും കിണികിണിന്നടിക്കാൻ തുടങ്ങിയിട്ട് ഒരു നിർത്തുണ്ടായില്ല. എൻ്റെ ബേബിയാണെന്നുണ്ടെങ്കിൽ ആരും പിടിക്കാതെ സൗകര്യപൂർവ്വം സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് നടക്കുന്നുണ്ട്. സൗകര്യമായിട്ട് ഇരുന്ന് വരായിരുന്നില്ലേ ചാരി. ബസ് എപ്പോഴാണെന്ന് തോന്നുന്നു നെടുമങ്ങാടെന്നല്ല, ഇവിടെ നിന്ന് എപ്പോഴാണോ എന്തോ ബസ്. അങ്ങോട്ട് നീങ്ങി നടന്നിട്ട് മറിഞ്ഞു വീരും. എൻ്റെ മോനായതുകൊണ്ട് എടുത്ത് പറയുമല്ലോ, ഉച്ചയും കുത്തി നമ്മളെ ചിഞ്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ചമ്മണ്ണൻ, ഞാൻ, അച്ചേച്ചി, പക്കുറു എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. വന്നപ്പോൾ നമ്മൾ ഈ ഇറങ്ങിയായിരുന്നു. രാവിലെ അന്ന് നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. ഓഹോ, ഒരു ചേച്ചിയുടെ ഡാഡായും കൂടെ പൊന്മുടി കാണാൻ വന്നതാണ് കേട്ടോ. ചേച്ചിക്കാന്നുണ്ടെങ്കിൽ ബേബി എടുത്ത് മിണ്ടണമെന്നുണ്ട്, ബേബിയാന്നുണ്ടെങ്കിൽ നാണം കാരണം എങ്ങനെയില്ല. പോവുകയാണോ എന്നുള്ളൊരിതിലാണ് തിരിഞ്ഞു നോക്കുന്നത്.
ചേച്ചി വന്നപ്പോ മിണ്ടിയില്ലല്ലോ. ചേച്ചി പോയി. ചേച്ചിയുടെ ഡാഡാടെ ഒപ്പം പോയി. കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നൈസിന് തിരിച്ചു കയറുകയാണ്. സന്ധ്യ ആവുന്നതിന് മുമ്പേ വീട് പിടിക്കണം. അതുമല്ല ലേശം മഴക്കോളൊക്കെ ഉണ്ട്. അണ്ണൻ്റെ ബൈക്കിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് റെയിൻ കോട്ടൊക്കെ ഇട്ട് കൃത്യമായിട്ട് ഇരുന്ന് പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് നൈസിന് പോകാൻ വിചാരിച്ചു. ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ചായ കുടിക്കുന്നതിന് മുന്നേ ഒരു ശൂശുവടി എനിക്ക് നിർബന്ധമാണ്. അപ്പം ശൂശുവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ. ചായ കുടിക്കുന്ന സ്പോട്ട് ഇതാണ്. അവർ ബോർഡ് വെച്ചേക്കണ ചായ, കാപ്പി, ഐസ്ക്രീം അതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ്. നമുക്ക് പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണാവോ. പിന്നെ ഈ മരം ഞാൻ നോക്കി വെച്ചേക്കും. ഇത് എന്ത് മരമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, നോക്കി വെച്ചിട്ടുണ്ട്. ചായ കുടിക്കാൻ ചെന്ന് നമുക്ക് ചായയും കിട്ടിയില്ല. ചായയില്ല, കാപ്പി മാത്രമേ ഉള്ളൂ. കാപ്പിയും കടി സ്നാക്സ് ഒന്നും കപ്പലിൻ്റെ മാത്രമേ ഉള്ളൂ. നമ്മൾ നൈസിന് തിരിച്ചറിയും. ഇത്രയും ചെയ്ത് വെച്ചിട്ടൊരു ചായ ഇട്ടാത്തത് വളരെ മോശമാണ്. മോശമല്ലേ ചേച്ചി? പറയടി. നോ മെൻഷൻ അല്ല, കാര്യം പറ. ചായ ഇട്ടാത്തത് മോശമാണ്. ഇത്രയും തണുപ്പും ഇത്രയും കാറ്റുണ്ടായിട്ടും ഒരു ചൂട് ചായയോ ഒരു കടിയോ ഇല്ലാത്തത് വളരെ മോശം. കാപ്പി വേണ്ട, എനിക്ക് ചായ വേണം. ചായയും കടിയും വേണം. കാപ്പിക്ക് കടിയില്ലായിരുന്നു, ദാറ്റ്സ് വൈ. തണുപ്പാകുമ്പം ചായ കിട്ടണം, ചായക്ക് കടി കിട്ടണം. അവിടെ ഒരു ഗുണ്ടാവണ്ടിയില്ല. അപ്പം നമ്മൾ തിരിച്ചിറങ്ങാൻ പോകണം ഗൈസ്. മഞ്ഞില്ലെങ്കിലും നല്ല കിടിലം തണുപ്പുണ്ട്. അയ്യോ, കൈ കഴുകാൻ വേണ്ടി പൈപ്പ് തുറന്നു. വെള്ളം തുറന്നപ്പോഴത്തേക്കും ഹമ്പി എന്തോ തണുപ്പ്. ഇപ്പം നമ്മളെ പൊന്മുടി വ്ളോഗ് ഇവിടെ തീർന്നില്ല. പോണ വഴിക്ക് ചായ കുടിക്കണേ കാര്യം. എന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോവും. നെടുമങ്ങാട് പോയിട്ടേ വീട്ടിൽ പോവും ഇല്ലേ? നെടുമങ്ങാട് നമ്മൾ വേറൊരു സംഭവമുണ്ട്. കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെയല്ലേ അതിനെ പറയാ, കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ടേ നമ്മൾ വീട്ടിൽ പോവുള്ളൂ. പക്ഷേ അത് വേറെ വ്ളോഗായിട്ടിടാം. ഒത്തിരി ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് എൻ്റെ അടുത്ത് അത്രയും GB ഇല്ല ചിലവാക്കാൻ. പൈസ വരട്ടെ, പവർ വരട്ടെ. അപ്പം നമുക്ക് GB റീചാർജ് ചെയ്ത് ഫുൾ ലെങ്തിൽ വീഡിയോ ഇടാം. അപ്പം നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോവാണേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ്. ബീബി വെള്ളം നിറയ്ക്കുന്നു, ഡാഡാ പിടിച്ചു കൊടുക്കുന്നു. ഇതാണ് കേട്ടോ അണ്ണൻ്റെ വണ്ടി. അണ്ണൻ്റെ വണ്ടിയിലാണ് നമ്മൾ വന്നത്. നമ്മൾ ഇനി ഏതെങ്കിലും ചായക്കട കണ്ടിട്ട് ബാക്കി ചായ കുടിക്കണം. നെടുമങ്ങാട് പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കണം, തിരിച്ച് വീട്ടിൽ പോകണം. നെടുമങ്ങാട് പോകണ ആ ഒരു ഷോപ്പിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ഇടുള്ളൂ. ഇതിൻ്റെ കൂടെ ഇടത്തില്ല, ഭയങ്കര ലെങ്ത്, അല്ലെങ്കിൽ ഓൾറെഡി ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് എടുത്തുള്ളൂ. നമുക്ക് പോകാൻ പിള്ളേരെ. തിരിച്ച് പോകുമല്ലേ, ഒരു വീഡിയോയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടെടുത്താണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു ഈ സംഭവം. വെയിലടിക്കണ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ വെയിലിൻ്റെ വെട്ടം പറഞ്ഞതും അതേപോലെ മലയും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഞാൻ എടുത്താണ് കേട്ടോ വീഡിയോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനൂടെ കാണിക്കാമല്ലോ വിചാരിച്ചെടുത്തിയാണ്. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങി വന്ന വഴിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട മയിലിനെ തന്നെ വീണ്ടും കണ്ടു. പക്ഷേ വേറൊരു സ്പോട്ട് ലോഷറാണ് കണ്ടത്. എനിക്കറിയാൻ പാടില്ല ഇത് ഈ ഒറ്റയ്ക്ക് നടക്കണയാണോ കൂട്ടം കൂടിയാണല്ലോ സാധാരണ മയിൽ നടക്കുക. പക്ഷേ ഇത് ഒറ്റയ്ക്കേ ഉള്ളൂ. കിച്ചെടുത്ത് വെച്ചപ്പോൾ കിച്ചി പറഞ്ഞു ഫാമിലി അപ്പുറത്തങ്ങനൊക്കെ കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട പാമ്പിനെ മിക്കവാറും ഇത് വിഴുങ്ങിയിട്ടുണ്ടാവും, അതിനുള്ള സാധ്യതയുണ്ട്. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഇതേപോലെ വെള്ളം വീണ. ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു ഈ വെള്ളം വീണത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇക്കച്ചിയാണ് പെട്ടെന്ന് നിർത്തിയിട്ട് പറഞ്ഞേടി ഇതേ വെള്ളം വീണു. എനിക്ക് ആ സ്പോട്ട് ഇഷ്ടമായി കേട്ടോ. ആ വെള്ളം വീഴുന്നതും മരത്തിൻ്റെ വേരും സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടമായി. ഇക്കച്ചി വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇറങ്ങണ്ടിരുന്നത്, ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇറങ്ങിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായ വെള്ളം വീഴുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതും കണ്ട് ഇതിങ്ങനെ ഒഴുകി എങ്ങോട്ടോ പോവും. അപ്പോൾ ഇതും കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ ഗോയ്സ്. വീട് പിടിക്കണം, ചായ കുടിക്കണം, അതാണ് മസ്റ്റ്. നമ്മളൊരു സ്പോട്ടിൽ വന്ന് ചായ കുടിച്ചു. അപ്പം ഇന്നത്തെ പൊന്മുടി വ്ളോഗ് ഇതോടുകൂടി നിർത്തുവാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ കൂടി വീട്ടിൽ പോട്ടെ. ബൈ ബൈ, സീ യു ഗൈസ്.
ആ, വാ, 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 വാ.